തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ 48 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സമിതിയെയും നിയോഗിച്ചു. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അധ്യക്ഷനായ സമിതിയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. ഓർത്തോ സർജറി വിഭാഗം തലവന്മാരും അംഗങ്ങളാണ്. രോഗികളോട് മോശമായി പെരുമാറിയ ജീവനക്കാരെ കൌൺസിലിംഗിന് അയക്കാനും തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. വൈസ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, അതുപോലെ തന്നെ ഓർത്തോവിൻ്റെയും സർജിക്കൽ വിഭാഗത്തിൻ്റെ HOD-മാർ ഇവരടങ്ങിയ കമ്മിറ്റിയോട് 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നടപടി മറ്റന്നാൾ തന്നെ അതിന് തുറന്നുള്ള നടപടി ഉണ്ടാവും. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയുടെ സർജറി ചെയ്ത കാലാണ് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയതായി പരാതി ഉയർന്നത്. പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദിനാണ് ആശുപത്രി അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥ മൂലം ഈ ദുരനുഭവം ഉണ്ടായത്. ഇവിടെ തൂക്കാൻ നിൽക്കുന്ന ആൾ തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാരെടുത്ത് നമുക്ക് വാതുറന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളടുത്താണ് പെരുമാറൂലേ, ആ രീതിയാണ് അവർ നമ്മളത് എന്ന് വെച്ചാൽ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അവർ പെട്ടെന്നാണ് ഇന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ പുഴുവങ്ങാണ്ടായപ്പോഴത്തേക്ക് അവർ അവിടുന്ന് അച്ഛനെ കൊണ്ടുവന്ന് വാർഡിലോട്ട് നടതള്ളിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.